ഹലോ, നമസ്കാരം. എല്ലാവരും ശ്രദ്ധിക്കാം. ESI മെമ്പേഴ്സായിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ESIയുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ESI ഓഫീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. എല്ലാവരും നിർബന്ധമായിട്ടും ഇത് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് AAA+ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ്ക് ആൻ അപ്പോയിൻമെൻറ്റ് എന്നാണ് കാണിക്കുക. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. IP എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടാണ് ഇൻഷൂർഡ് പേഴ്സൺ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ESI നമ്പർ ചോദിക്കും. ആ ESI നമ്പർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ സെൽഫ് ഫാമിലി ആധാർ സീഡിംഗ് എന്നുള്ളത് കാണിക്കും. സെൽഫ് ഫാമിലി ആധാർ സീഡിംഗ് അതിൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ പേര് അതിൽ കാണിക്കും. അതിൽ ആധാർ സ്റ്റാറ്റസിൽ വെരിഫൈഡ് എന്നാണെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അല്ല അതിൻ്റെ താഴെ ഇപ്പോൾ എൻ്റെ ഇതിൽ രണ്ടാമത്തെ എൻ്റെ ഫാദറിൻ്റെ ആണ്, അബ്ദുൽ ബഷീർ, വെരിഫൈഡ് ആണ്. അതിപ്പോൾ ഞാൻ ചെയ്തതാണ്. അതുപോലെ മറിയുമ്മ, അത് സീഡ് ആധാർ കാണിക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും സീഡ് ആധാർ കാണിക്കുന്നിടത്ത് ആ സീഡ് ആധാർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ ആധാർ നമ്പർ എന്ന് കൊടുക്കുക. ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് നിങ്ങൾ ഈ ആധാർ കാർഡ് ആഡ് ചെയ്ത് ഫാമിലിയുടേതാണെങ്കിൽ ആരുടെ ഫോൺ നമ്പറാണോ ആ ESIയിൽ ആഡ് ചെയ്യുമ്പോൾ കൊടുത്തത് ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൺഫേം ആക്കുക. സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അത് കാണിക്കുന്നത് വരെ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ 10 മെമ്പേഴ്സിൻ്റെ ഫോൺ നമ്പർ ആരുടേതൊക്കെ ഫോൺ നമ്പറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 നമ്പറാണ് കൊടുത്തതെങ്കിൽ ആ 10 നമ്പറിലേക്കും ഓരോ തവണ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് OTP ചെയ്യണം. അപ്പോൾ അവരുടെ ആ നമ്പറുകൾ ഫോണിൽ റെഡിയാക്കി വെക്കുക. അവരുടെ ആധാർ നമ്പർ റെഡിയാക്കി വെക്കുക. അതിനുശേഷം എല്ലാവരും ഇത് അപ്ഡേറ്റ് ചെയ്യുക. താങ്ക് യു.